ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാഡ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും വെർമിസെല്ലി കസ്റ്റാർഡ് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ എപ്പോഴും പറയും പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബദാമും കാഷ്നട്ട്സും കൂടെ മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നാൽ മതിയാവും. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 250 ഗ്രാം വെർമിസെല്ലിയാണ്. ഇതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റൊക്കെ ധാരാളം മതിയാകും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടിയാണ്. ഇതോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഈ പാത്രത്തിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ വെർമിസെല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത വെർമിസെല്ലിയുടെ പകുതി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളിവിടെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പാലിപ്പോൾ ഇവിടെ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരട്ടെ. ഇതിപ്പോൾ ഇവിടെ ഏകദേശം തിക്കായി വന്നിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സിൻ്റെ പകുതി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന വെർമിസെല്ലിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന പകുതി വെർമിസെല്ലി കൂടി ഇതിന് മുകളിലേക്ക് ചേർത്ത് നന്നായി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്ക്. ഒപ്പം തന്നെ ബാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് കൂടി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബദാമും കാഷ്നട്ട്സും കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് റെയിൻബോ വെർമിസെല്ലി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇതുകൂടി ചേർക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്